ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6:45 ഇന്ന് ഞങ്ങൾ വേഗം തന്നെ പരിപാടിയൊക്കെ കഴിച്ചൊക്കെയാണ് അടുക്കളയത്തെ. വേറെ ഒന്നല്ല കേട്ടോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമുക്ക്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. എന്നത്തെയും പോലെ തന്നെ ട്രിപ്പിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് മാറുന്നത്. ഞങ്ങൾ 4 പേരും കോൺസ്റ്റൻ്റ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് അറിയണ്ടേ? വേറെ ആരുമല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ഇവിടെ നിന്ന് കുട്ടച്ഛനെയും സീതമ്മേനെയൊക്കെ കൊണ്ടാണ് പോയത്. ഇപ്രാവശ്യത്തെ ട്രിപ്പ് പോകണം നമ്മൾ ലീനമ്മേനെയും കണ്ണച്ചനെയും സിജമ്മേനെയും കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞു, എൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു. പിള്ളേരൊക്കെ ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് കാലത്ത് 8 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. കാരണം എന്നാലും നമുക്ക് പോണ വഴി കുറച്ച് സ്ഥലങ്ങളൊക്കെ നിർത്തി അവിടെ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവരോടൊക്കെ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കറക്റ്റ് 8:30 ആയപ്പോഴേക്ക് എത്തി. അപ്പോൾ ഇവരെ ഞങ്ങളോട് പറയായിരുന്നു 8 മണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങുള്ളൂ, എന്നാലും ഞങ്ങൾ 8:30 എത്തിയാന്ന്. അപ്പോൾ ലീനമ്മ എത്തിയിട്ടില്ല, അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോഴേക്കും അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ശ്രീമോനെ ഞങ്ങൾ വല്യമ്മേരെ വീട്ടിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴും ട്രിപ്പാണ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇവിടുത്തെ അച്ഛനമ്മേനെയും കൊണ്ടുപോയി. ഇപ്രാവശ്യം പോകുമ്പോൾ നമ്മൾ അവിടുന്ന് അച്ഛനമ്മേനെയും കൊണ്ടുപോകുന്നു അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. കാരണം ഒരുമിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റില്ല, കാരണം ഈ 7 സീറ്ററിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു 8 പേരെ പോണതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിന് തന്നെ ഇവരെ അന്വേഷിച്ചിരുന്നു കുറച്ച് പേര്. എന്താ അവിടുന്ന് അച്ഛനമ്മേനെയും കൊണ്ടുപോകാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവിടുന്ന് അമ്മേനെ അച്ഛനെയൊക്കെ കൊണ്ടുപോകാന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അന്ന് മനസ്സമാധാനമായിട്ട് പോയത്, കുറച്ച് പേരായിട്ട് പോയത്. അപ്പം അങ്ങനെ ഉള്ളിലൊക്കെ കയറി അമ്മയ്ക്കും ചായയൊക്കെ കൊടുത്തു വിട്ടാൽ പുട്ടും കടലയായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അലക്കാനുള്ളത് മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെ ട്രിപ്പും പോകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം ഒരേ പ്ലേസിലേക്ക് തന്നെയാണ് പോണത്, മൂന്നാറിലേക്ക് തന്നെയാണ് പോണതെങ്കിലും പക്ഷേ കൂടെ ഉള്ളവരൊക്കെ ചേഞ്ച് ആവല്ലേ ചെയ്യണത്. അപ്പം ഞങ്ങൾ ഫുൾ സെറ്റാണ്, റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ അതേ കാറിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി തല്ലൂടാണ്ടിരുന്നാൽ മതി. കാരണം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പേടി കൂടുതലുള്ള ആൾക്കാരാണ്. ഉണ്ണിവാവകളൊന്ന് കരഞ്ഞാൽ മതി, അപ്പോഴേക്കും അയ്യോ എന്താ മോനെ അങ്ങനെയാണ്, മോനെ പനിയാണോ, അയ്യോ എൻ്റെ അവിടെ തട്ടി ഇവിടെ തട്ടി അങ്ങനെ. സാധാരണ പൊതുവെ അമ്മമാരൊക്കെ അങ്ങനെയൊന്നുമില്ല, കുറച്ചും കൂടിയും പിള്ളേർ ഓവർ കെയറിംഗ് ആണ്. വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. അതും എവിടേക്കാണ് പറയില്ല, അതെ അതെവിടേക്കാണ് ഞങ്ങൾ പറയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യത്തെ ഞങ്ങൾ ട്രിപ്പിന് പോകുന്നു, നമ്മളെ കൂടെ ഉള്ളവർ മാറുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞങ്ങൾ 4 പേരും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാറിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അച്ഛനും അമ്മേനെയും കൊണ്ട് മൂന്നാർ പോയത്, ചിക്കുനും അതിനെയും കൊണ്ടുപോയി. രണ്ടാമത്തെ ട്രിപ്പ് അച്ഛനമ്മേനെയും കൊണ്ടുപോയി. ഇപ്പോള് അച്ഛനമ്മയും തന്നെ, പക്ഷേ പേരുകൾ കുറച്ച് മാറ്റുള്ളത് മാത്രം. സിജിയും കണ്ണനും ലീലനെയും കൊണ്ടാണ് നമ്മൾ പോണത്. അപ്പൊ അവരൊക്കെ രാവിലെ തന്നെ 9 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 8 മണി പറഞ്ഞവർക്ക് അറിയാം. അതെ, പക്ഷെ കറക്റ്റ് ആണത്. അവർ വന്ന് ബോറടിക്കുന്നേക്കാളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ കട്ട് ചെയ്തു, എങ്ങനെയുണ്ട്? ഞാനുള്ള ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നു, കഷ്ടല്ല ഇത്ര വലിയ മുടി ഉണ്ടായിട്ട്. ഷോർട്ട് ഹെയർ ആക്കിയിട്ടുണ്ട്. എന്റെ പോണിട്ടേലും കെട്ടി നടക്കാള് കാണിച്ചു കൊടുത്ത് വേണ്ട കണ്ടാ. ഓക്കെ, അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് ടൂർ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ അറിയില്ല അവരെത്രമാത്രം ഹാപ്പിയാണ്. അവർ ആ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു ആകാംക്ഷയിലാണ് ഇവർ, എന്താവും എങ്ങനെയാവും എന്തോ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലർ ആണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കൊണ്ടുവരുന്നു. ഇവിടുന്ന് അച്ഛനും അമ്മേനൊക്കെ എടുക്കായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ട്രിപ്പ് ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര സന്തോഷം തന്നെയല്ലേ. നമ്മുടെ രണ്ട് വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരെടുത്തിട്ട് പോകുമ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്കെല്ലാവർക്കും ബൈ പറയും. അതെ, അങ്ങനെ അച്ഛനമ്മനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളുടെ കാറിൽ കയറാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും എവിടെയെങ്കിലും എത്തുമ്പോൾ ഒരു ചായയും കൂടിയും കുടിക്കണം, അങ്ങനെയാണല്ലോ.
പോയിട്ട് വരാം. അല്ല അമ്മേനെയും അപ്പൊ ഗൈസ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. റെഡി അല്ലേ? എല്ലാരും ഓക്കെ ബൈ ബൈ അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വീടിൻ്റെ ആ വളച്ചപ്പോഴേക്കും ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബേക്കറിയിൽ നല്ല പലചരക്കടയിൽ നിന്ന് കുറച്ച് പൊട്ടുകടല, തേനിലാവ്, പിന്നെ കപ്പലണ്ടി മിഠായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പം അമ്മാമ്മയുടെ അടുത്ത് നമ്മുടെ അയിനൂസ് സെറ്റായിട്ട് ഇതേ ഒരു പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സിജമ്മാമ്മയുടെ അടുത്തിട്ട് പാറക്കുട്ടനും ഇരിക്കുന്നുണ്ട് കേട്ടോ. സിജമ്മാനായിട്ട് ഭയങ്കര ഒട്ടാണ് ഇപ്പോൾ പാറൂസിനെ. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ഡീസെൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഒരു 7:15 വിളിപ്പിച്ചു കേട്ടോ വേഗം. കാരണം 8 മണിക്ക് എന്നെ ഇറങ്ങാം എന്നുള്ള രീതിയിൽ എഴുതിപ്പിച്ച് കുളിപ്പിച്ച് നിർത്തിയതാണ്. അപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അയിനുക്കുട്ടൻ ഉറങ്ങി. പിന്നെ അതേപോലെ തന്നെ കാശിക്കുട്ടൻ ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എന്നാലും പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അവൻ്റെതായ എന്താ പറയുക ഡാൻസ് പരിപാടിയിൽ അവൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ബാക്കിലതേ അവർ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാങ്ങിച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അതിന് സന്തോഷമല്ലേ? കാരണം കെട്ടിച്ചു വിട്ട വീട്ടിലത്തെ 2 പെൺകുട്ടികളുടെ അമ്മമാർ അവർക്ക് ഒന്നാമത് അറിയാം. കാരണം എൻ്റെ മേമ്മരൊപ്പം പഠിച്ചതാണ് CG അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ 2 പേരും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേപോലത്തെ ക്യാരക്ടറുള്ള ആൾക്കാരാണ്. 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് കാണുമ്പോൾ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ എടുത്തു എന്നുള്ളൂ. എയർപോർട്ടിൻ്റെ നമുക്ക് കാണുമ്പോൾ എപ്പോഴും ഒരു കൗതുകമല്ലേ. നമ്മളിപ്പോൾ കാലടിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലവും അതേപോലെ തന്നെ കോളേജൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 11:15 ആയപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി ചായയോ എന്തെങ്കിലും വെള്ളം അങ്ങനെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു നല്ലൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തിയാണ്. പിള്ളേർക്കും അത് തൊണ്ട നനയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലടിച്ച് വെച്ചിരുന്നവർ കുടിക്കില്ല, പക്ഷെ പുറത്ത് പോയിട്ട് ഇവർ കുടിക്കും. ഞാൻ അമ്മാമയും ചേച്ചിയും ചീച്ചിമുള്ള പോയതാ കേട്ടാ. അവരിപ്പോൾ വരും കേട്ടാ. ഓക്കെ. ദാഹിക്കുന്നുണ്ട് മരുമോന്, ദാഹിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരേ സമൂസ പറഞ്ഞു. പിന്നെ അമ്മയും അഞ്ചുങ്ങാണ്ട് പഴംപൊരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, പൈനാപ്പിൾ ജ്യൂസും മാങ്ങ ജ്യൂസായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ അവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ചൂടുള്ള ചിക്കൻ സമൂസ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് അത് 2 വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഏകദേശം വയറ് നിറഞ്ഞു കേട്ടോ. അതിന് ജ്യൂസും കൂടി കുടിക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് നമുക്ക്. അതിപ്പോൾ ഒരു 2:15 ആകുമ്പോഴേക്കും കഴിച്ചാൽ മതി. അല്ല മീൻസ് 2 മണിക്ക് ആകുമ്പോഴേക്കും കഴിച്ചാൽ മതി. കാരണം ഇത് കഴിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അധികം വിശക്കൂലല്ലോ ഇപ്പം തന്നെ. അപ്പോൾ അമ്മമാരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല കിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് വന്നിട്ടുണ്ട്. കാശിക്കുട്ടനെ വേണമെന്ന് പറയുന്നുണ്ട്. കാശിക്കുട്ടൻ ഒരു ഒറ്റ തട്ടായിട്ട് ഇതേ അഞ്ജുൻ്റെ മേത്തി കുറച്ച് പോയിട്ടുണ്ട്. നമ്മുടെ അഞ്ജുന് എന്തുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അബദ്ധം പറ്റും. ഇതേപോലെ സാധനങ്ങൾ കളയുക, പിടിക്കുക, അതൊക്കെ ഒരു ഹോബിയാണ് കുട്ടിയുടെ. കുന്നും അതേപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ഹായ്. പിന്നെ ഇപ്പോൾ ഈ ഒരു പാലം കണ്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്തെത്തും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത്ര അടുത്തിൽ കണ്ടപ്പോൾ അവർ പറയുന്നത് നമ്മളത് അവിടെ നിന്ന് കണ്ട പാലല്ലേ നമ്മളിപ്പോൾ തൊട്ടടുത്ത് കാണുന്നത്, എന്താ അല്ലേ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ രസമായിരുന്നു അവരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല മഴക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്താൽ നല്ല രസമായിരിക്കും. കാരണം പേടിച്ചു ഊര്. കാരണം അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ അമ്മ പറയുമ്പോൾ മോനെ നിർത്തിയിട്ടിട്ട് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഇടിച്ചാലോ കണ്ണ് കാണൂല അതിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2 മണിക്ക് ആയപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. അവിടെ കയറി ഊണ് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് ഊണ് പറയാമെന്ന് വിചാരിച്ചു. മീൻസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന് എപ്പോഴും പറയാം. അപ്പോൾ ഊണ് കഴിക്കാൻ തോന്നി. പിന്നെ നമ്മുടെ പാറൂസിന് നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊണിന് സൈഡായിട്ട് നമ്മൾ മീൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണാണെങ്കിൽ എല്ലാത്തിൻ്റെയും കറിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അതർവൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു മോര് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നി. ഇത് പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്, എല്ലാവർക്കും തോന്നണമെന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 ടേബിളും മുട്ടിച്ചിട്ടിട്ട് ആണ് ഇരുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് കറികൾ അവിയലുണ്ടായിരുന്നു, പിന്നെ കാബേജ് തോരൻ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ടൊക്കെയായിരുന്നു. പിന്നെ ഒരു സലാഡ് ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അതിന് പകരം ഒരു സലാഡ് തന്നോട്ടം. അമ്മതേ സാമ്പാർ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല കുത്തരിച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് അപ്പം ചോറ് കൊടുത്തപ്പോൾ അവർ 2-3 വായ കഴിച്ചിട്ട് നിർത്തി. അപ്പോൾ പിന്നെ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് കൊടുത്തു. അങ്ങനെ വലിയ രീതിക്കൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും കഴിച്ചു എന്ന് പറയാം. കാരണം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള പോകുന്ന സാഹചര്യങ്ങളിൽ അവരെ കഴിപ്പിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നിനും നേരം കിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ സ്വയമേ വിചാരിക്കേണ്ട. കാരണം കഴിക്കാനില്ലാണ്ടോ അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കാണ്ടോ അല്ല, അവർ തിന്നാണ്ടാണ്. ഇനിയിപ്പോൾ വിശപ്പ് ഉണ്ടാക്കണ എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചു കൊടുക്കണം. ഗൈസ്, നമ്മളിത് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചിട്ട് അമ്മയുടെ കാറിൽ കയറാൻ പോകണം. ഇനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിൽ 30 കിലോമീറ്ററിന്റെ ഏകദേശം 2 മണിക്കൂർ, 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്നാ പറയണ. നമ്മളെ നമ്മുടെ 4-5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. മിസ്റ്റി വിങ്സ് എന്നുള്ള റിസോർട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മൂന്നാർ പോണ വഴിക്ക് തന്നെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റിസോർട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ നമ്മളൊരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു, ആദർശെന്നോ ആദിത്യന്നോ ഒന്ന് പേരായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം നമ്മളവിടെ കയറി റൂമൊക്കെ കണ്ടു. നല്ല റൂമാണ്. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ മുകളിലത്തെ റൂമാണ്, ഞാനും 5 മുകളിലത്തെ 2 റൂമാണ് എടുത്തിട്ടുള്ളത്. താഴെ ഉള്ളത് ഒരു വീട് പോലെ, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ, അതിൻ്റെ ഉള്ളിൽ 3 റൂമായിട്ടുണ്ട്. അപ്പം അത് അവിടെ നമ്മുടെ അച്ഛനമ്മേനെയും മീൻസ് അച്ഛനമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മുകളിൽ വന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നമ്മുടെ പിള്ളേരൊക്കെ ചെറുതായിട്ട് ഉറക്കക്ഷീണത്തിലായിരുന്നു. അപ്പോൾ അവർ ഉറക്കിയിട്ട് പിന്നെ നമുക്ക് എവിടേക്കായാലും പോകാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് പിന്നെ അവർക്ക് ഭയങ്കര വിഷം കെട്ടായിരിക്കും. അഞ്ജുനാണെങ്കിൽ ചെറിയ പെരടി വേദനയൊക്കെ ആയിരുന്നു, നീരിറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പുറം വേദനയൊക്കെ ആയിട്ട്. അപ്പം അമ്മ ലീനമ്മ മരുന്നൊക്കെ കൊടുത്തു വിട്ടാ. പിന്നെ അമ്മയും സിജിയും കൂടിയിട്ട് 2 പേർക്കും പാലൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ പിള്ളേരെ 4 എണ്ണത്തിനെയും അവരൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ല റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇവർ ഇത്ര നേരം കാറൊക്കെ ഓടിപ്പിച്ചിരുന്നതല്ല, മാറിയാണ് ഓടിപ്പിച്ചിരുന്നത്. അപ്പോൾ അവർ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. ഇപ്പോൾ ജീപ്പ് വരും. ഞാൻ ലാസ്റ്റ് ട്രക്കിങ്ങിന് പോയത് എനിക്ക് ഓർമ്മയില്ല, എപ്പോഴൊക്കെയോ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വലിയൊരു ട്രക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതൊരു നമ്മളിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു, 8 മണിക്കേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയൊരു എൻ്റെ ഒരു ധാരണ. ഞങ്ങളപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാനൊരു സ്കേർട്ടും ടോപ്പാണ് ഇട്ടിട്ടുള്ളത്, 5 ചുരിദാറിൻ്റെ ടോപ്പാണ് ഇട്ടിട്ടുള്ളത്. ഈ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ നമ്മൾ മിസ്റ്റി വിങ്സിനോട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജീപ്പിൽ പോയി കയറാം. ഞങ്ങൾ ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ. കാരണം ഇവരെല്ലാവരെയും കൊണ്ട് പോവല്ലേ. എൻ്റെ അമ്മേരൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ട്രക്കിംഗ് എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ജീപ്പ് യാത്ര എന്നുള്ള സംഭവം. കാരണം എനിക്കെതിരായിട്ടും അങ്ങനെ വലിയ യാത്രകൾക്കൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2 കൂട്ടരായാലും ഞങ്ങളുടെ 2 വീട്ടുകാരെ ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണത്. ഞങ്ങൾ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതോടൊപ്പം അവരെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തിട്ട് എന്ത് കാര്യം, നമ്മുടെ വീട്ടുകാരും അത് അറിയണ്ടേ, അവരും സന്തോഷിക്കണ്ടേ, അപ്പോഴല്ലേ നമ്മളെ സന്തോഷം. ഡ്രൈവർ ചേട്ടൻ്റെ പേര് വിജയ് എന്നായിരുന്നു. വിജയ് ചേട്ടൻ ഞങ്ങളെല്ലാവരെയും നല്ല കംഫർട്ടായിട്ട് ഇരുത്തിയത് ജീപ്പിൻ്റെ ഡോറൊക്കെ അടയ്ക്കാണ് കേട്ടോ. സെറ്റാണ്. ഞങ്ങൾ ചേട്ടൻ ഇവിടെ തന്നെ ഉള്ള ആളാണ് കേട്ടോ, ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് വീട്. അപ്പം നമ്മുടെ ചെക്കന്മാരൊക്കെ എന്താല്ലേ, ചെക്കന്മാരൊക്കെ ഭയങ്കര പോസിട്ട് നിൽക്കുകയാണ്. അവർക്ക് എന്താ ABCD അറിയില്ല. കാരണം ഈ ഒരു വണ്ടി കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനത്തെ വണ്ടികൾ കയറാറില്ലല്ലോ. അപ്പം ഞങ്ങളും എന്താ പറയുക, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഓഫ് റോഡ് എവിടെ വരുന്നത്, കുണ്ടും കുഴിയും റോഡ് എവിടെ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ട്രക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് അതല്ല ഓടി വരുന്നത്. അപ്പം കുറച്ചും കൂടി പോയിട്ട് വേണം ഓഫ് റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നന്നെയാണെങ്കിൽ ഇതേ ഇപ്പുറത്തുണ്ട്. അയനൂസിനെ അമ്മാമനെ കിട്ടി, പിന്നെ വേറെ ആരെയും വേണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എന്നിങ്ങനെ അതിനോട് നോ അമ്മ നോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ വീഡിയോ എടുക്കണ്ടെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോണത് ഒരു മൂന്നാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് കാണാനാട്ടോ. അപ്പം നമ്മൾ ഇതിനായിട്ട് മൂന്നാറിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യമായിട്ട് പോകണം. ഞാനിപ്പോൾ 2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടില്ല.
അപ്പം അങ്ങോട്ടേക്കാണ് പോണത്. ഒരു അടിപൊളിയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ പോണ വഴിക്ക് ചെറിയ ചാറ്റൽ മഴയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടൻ പറയാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര കൂളായിട്ടൊക്കെയാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. അത് അവിടുത്തെ ആൾക്കാർ അങ്ങനെയാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എനിക്കൊക്കെ പേടിയാട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മൂന്നാറത്തെ അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അത്. അടിപൊളി. നിഖിൽ ചേട്ടനും നിതീഷ് ചേട്ടനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മൂന്നാറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിഖിൽ ചേട്ടൻ ഒരു ദിവസം എപ്പോഴും മൂന്നാറിലേക്ക് വരും, ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ. അങ്ങനെ വന്നിട്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഇനി കയറാനുണ്ട്. സത്യം പറയാൻ ഞാൻ അമ്മയൊക്കെ കയറുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം അമ്മയും കാരണം അമ്മയ്ക്കൊക്കെ എന്നെക്കാളും പേടിയുള്ള ആൾ. എനിക്ക് ഈ ഒരു ഇതൊക്കെ കയറി ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ ചെരുപ്പൊക്കെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയാലങ്ങ് പിടിച്ചിട്ടല്ല കയറുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു, പക്ഷേ ഒരു അമ്മയ്ക്കൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. നിങ്ങളെന്ത് വിചാരിച്ചു? മൂന്നാറിന്റെ വടക്ക് വശം, മൂന്നാറിന്റെ തെക്ക് വശം, മൂന്നാറിന്റെ കിഴക്ക് വശം. ഇത് മൂന്നാറിന്റെ മൂന്നാറ് മൊത്തത്തിൽ എടാ അത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് പടങ്ങളൊക്കെ വരച്ചു വെക്കില്ലേട്ടാ ബാക്ക് അത്. ആ അതേപോലെ അല്ല അച്ഛല്ലേ അവിടെ പോയിട്ടേ. ചിരിച്ചിരിക്കും. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇത്രയും അങ്ങോട്ട് കയറാനുണ്ട്. സത്യം പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിലേക്ക് നമ്മൾ എത്തണം. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനെനിക്ക് പഠിക്കാൻ നിൽക്കണേ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മളെക്കാളും പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ കയറാൻ റെഡി ആയിട്ട് നിൽക്കണം. അപ്പം ഞാനിങ്ങനെ പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും കാണാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. അതിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇത്രയും ധൈര്യം സമ്മതിച്ച് കയറുന്നത്. പിന്നെ എന്നെക്കാളും പേടിയുള്ള എൻ്റെ അമ്മ ലീനമ്മ ഭയങ്കര സിമ്പിളായിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ അതിനൊന്നും എടുക്കാം, നീ ഒറ്റയ്ക്ക് കയറിക്കോ പേടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇത് എൻ്റെ അമ്മയല്ല. പിന്നെ എൻ്റെ അമ്മയുടെ ഇത്രയും നല്ലൊരു ബോൾഡ്നെസ്സിനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇത്രയുള്ള ധൈര്യത്തിലേക്ക് വന്നൊരു റീസൺ നിഖിൽ ചേട്ടനാട്ടാണ്. നിഖിൽ ചേട്ടൻ കുറേ കാര്യങ്ങൾ അമ്മേനോട് പറഞ്ഞു കൊടുക്കും. അമ്മ ഇത് ഇങ്ങനെയാണ്, അമ്മ ഇത് ഇങ്ങനെ ചെയ്യണം, അമ്മ ഇങ്ങനെ പേടിച്ചിരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്, ഇത്രയ്ക്കുള്ളൂ നിസ്സാരമായ കാര്യം, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് അമ്മേനെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടാകും. പിന്നെ എനിക്ക് ചേട്ടൻ മുന്നിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ധൈര്യം അഭിനയിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും നല്ല കാര്യമാണ്. മീൻസ് അവർക്ക് ആ ഒരു ഇത് തരട്ടെ, എത്രേ ഉള്ളൂ, കൂടിപ്പോയി ഇങ്ങനെ വരുള്ളൂ. ആ ഒരു സംഭവം എനിക്കും ധൈര്യം എന്നുള്ള സംഭവം വന്നത് കല്യാണം കഴിഞ്ഞപ്പിന്നാണ്. അല്ലെ ഇപ്പോഴായാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പുറത്തേക്ക് കാണിക്കില്ല, എടുക്കുകയില്ല. ഞാൻ വിചാരിക്കും ചെയ്ത് കഴിയുമ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് എനിക്കും തോന്നി പോകാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മൂന്നാറിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ ഡ്രോൺ പറത്തി എടുത്തുതരാം. അതിനെത്രയും പൈസ നിൽച്ചാടൻ പോയി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രോൺ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കണം. നമ്മൾ പോസ് ചെയ്യണം, നമ്മൾ നടക്കണ പോലെയോ അല്ലെങ്കിൽ കണ്ടില്ല. ഇതാണ് ആ എടുത്ത ആ ചേട്ടൻ്റെ ക്ലിപ്പ് ഇതാണ് കേട്ടോ.
അങ്ങനെ ഗൈസ് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറങ്ങൽ പരിപാടിയിലാണ്. ഇറങ്ങൽ പരിപാടി അതിനേക്കാൾ കുറച്ച് കഠിനമായിരുന്നു. കാരണം ഭയങ്കര സ്ലോപ്പ് പോലെയല്ല. അപ്പം ഞാൻ ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചു. ലാസ്റ്റ് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തൂക്കട അവനും ഇങ്ങോട്ട് ഞാൻ പിടിച്ചോട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ വളർന്നിരിക്കുന്നു ഒരുപാട്. അങ്ങനത്തെ നമ്മൾ താഴ്ത്തിയെത്തിയിട്ടുണ്ട്. നീൽചാണ്ടനാണെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ പോയതായിരുന്നു കേട്ടോ. എത്ര 350 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഡ്രോൺ പറത്തി നമുക്ക് വീഡിയോ എടുത്തരും. ആൾക്ക് സമയം ഉണ്ടെങ്കിൽ അതായത് തിരക്കില്ലെങ്കിൽ അയാൾ എഡിറ്റും ചെയ്ത് തരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്ക് വേറെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ തിരിച്ചിട്ട് ഇനി നമ്മൾ പോണത് ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു. അവിടേക്കായിട്ട് അടുത്ത് പോകണം. അപ്പോൾ നമ്മൾ വേഗം ജീപ്പിൽ കയറണം. അധികം സമയം വൈകാണ്ട് ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം നിന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയല്ല നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ രാവിലെ തൊട്ടുള്ള ജീപ്പ് സഫാരി എടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും മുതലിക്കും. നമ്മളൊരു 5 മണി സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടാ. പോണതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ അല്ലുക്കുട്ടൻ തേ കണ്ടില്ല എത്ര മധുരമായിട്ടാണ് അവൻ ഉറങ്ങുന്നത്. ആദ്യമായിട്ട് ഇപ്പം ആദ്യമായിട്ട് ഇവന് ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് കയ്യിൽ കിടന്ന് ഉറങ്ങണം കേട്ടോ. കണ്ടപ്പോൾ എൻ്റെ കൺകുളിർന്നു കൈസ്. അപ്പുറത്തെ ഐനൂസിൻ്റെ അമ്മമ്മൻ പൊത്തി പിടിച്ച് ഉറങ്ങുന്നുണ്ട്. കാശുക്കുട്ടൻ എന്തെടുക്കണാവോ? കാശുക്കുട്ടൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, നടുക്കിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ടർഫാൾസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു അധികം ഡേഞ്ചർ അല്ലാത്തൊരു വെള്ളച്ചാട്ടം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നല്ല രസമുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് കുറേ ഏലം സംഭവങ്ങളൊക്കെ ആയിട്ട് കൃഷികളും ഇതൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഇതേപോലെ ചേട്ടാ പെട്ടെന്നൊക്കെ ആയിരിക്കും മഴ വെള്ളപ്പാച്ചിലൊക്കെ മലയിൽ നിന്ന് വരാമെന്നൊക്കെ ചോദിച്ചു. ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇപ്പോഴുള്ള എല്ലാ വീഡിയോസും നമ്മൾ കാണാറില്ല ഇതേപോലെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് ചെറിയൊരു വെള്ളക്കെട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടെ, പെട്ടെന്ന് വെള്ളം വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. നല്ല പിള്ളേരൊക്കെ നിർത്തിയപ്പോഴേക്കും പിള്ളേരൊക്കെ ആടിന് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കണ്ട് നമ്മുടെ ചെക്കന്മാർ വിടുമോ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കാൽ നനപ്പിച്ചു കേട്ടോ. അധികം ഫോഴ്സില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ടാണ് ഇറക്കി. പക്ഷെ നല്ല തണവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പല്ല് കോച്ചടിക്കുകയായിരുന്നു. നല്ല തണവായിരുന്നു. പക്ഷേ എങ്കിൽ കുളിക്കാനൊക്കെ പറ്റിയൊരു എന്താ പറയുക ഡ്രസ്സും കൊണ്ടൊക്കെ വരാണെങ്കിൽ ഇതിനേക്കാളും സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോണത് ലക്ഷ്മി നമ്മുടെ ടീ പ്ലാന്റേഷനിലേക്കാണ് പോണത്. ലക്ഷ്മി തന്നെ ഞാനൊരു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കസിൻസൊക്കെ ആയിട്ട് വന്നപ്പോൾ. അപ്പോഴും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ഞാൻ അഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി സ്ഥലമാണ് അഞ്ചോ, അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നല്ല രസമെന്നൊക്കെ. അപ്പം ഞാൻ ഉൾമനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വര അതേപോലെ തന്നെ ആയിരിക്കണേ, ഞാൻ ഈ പറഞ്ഞ ബിൽഡപ്പ് ഒന്നും പോയിരുന്നു. ഇങ്ങനെ കയറി പോകുമ്പോഴും നല്ല പ്ലേസ് ആട്ടോ. എന്നാലും ഞങ്ങളുടെ ഈ ഒരു ജീപ്പ് സഫാരി അത് വെറുതെ ആയില്ല. നല്ല ടയേർഡായിട്ടായിട്ട് റൂമിലെത്തിയത് തന്നെ കേട്ടോ. വീണ്ടും ഈ ജീപ്പ് സഫാരിക്ക് പോകുമ്പോൾ വലിയൊരു സത്യം പറയല്ലോ വലിയൊരു ഇൻട്രസ്റ്റ് ആദ്യം തോന്നിയില്ല. പക്ഷേ എങ്കിൽ വന്നില്ല എന്നെങ്കിൽ നന്നായിട്ട് മിസ്സായി തന്നെ ഈ ഒരു യാത്ര. മൂന്നാറിന്റെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ലക്ഷ്മി എസ്റ്റേറ്റ് എന്നായിട്ടുള്ള ഒരു ലക്ഷ്മി അതായത് അടിപൊളിയായിട്ട് ഇവിടെ കയറി വരുന്നതോറും ഹരം കൊള്ളിക്കുന്ന കാഴ്ചകളാണ്. അതും ഈ ഒരു സമയമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കോട ഇറങ്ങിയിട്ട് അടിപൊളി നടക്കാൻ അയിനോ വായന്ന് കൈയെടുക്ക്. ഞാൻ മോളിൽ പോയിട്ട് വന്നിട്ട് ഞാനേ അപ്പഴേ മര്യാദക്ക് ചോദിച്ചല്ലേ. നമ്മൾക്കും നമ്മുടെ കൂടുള്ള അച്ഛനമാർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒന്നാമത് ഞങ്ങളൊരു വട്ടുപിടിച്ച കേസുകളുണ്ട്. ഞങ്ങൾ ഇതേപോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോഴും ഞങ്ങൾ പിന്നാലെ അവർ വന്നിരുന്നുട്ടോ. അവരും കുറച്ച് നേരത്തേക്ക് ചെറുപ്പകാലത്തേക്ക് കുട്ടികളായോ എന്നൊരു സംശയം. അടിപൊളിയായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വിജയ് ചേട്ടനെ കൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ മൂന്നാറിൽ പോയപ്പോഴും നമ്മൾ റിസോർട്ടിൽ തന്നെയായിരുന്നു. പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളിലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ റിസോർട്ടിൽ തന്നെ തങ്ങാതെ കുറച്ച് മൂന്നാറിൻ്റെ നല്ല നല്ല ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ കുറച്ചും കൂടി രസമായി. അതായത് എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു വേറൊരു സുഖം കിട്ടൂല്ലേ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് പോരാനായിട്ട് ഞങ്ങൾക്ക് സത്യം പറയാൻ തോന്നിയിരുന്നില്ല. നല്ല സ്ഥലം. പിന്നെ കുറച്ച് പേടിയായി തുടങ്ങി. കാരണം കോട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനാണെന്ന് വിജയ് ചേട്ടൻ പറഞ്ഞു. അതേപോലെ തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജീപ്പ് നിർത്തിയിടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു ടെൻഷനായി. കാരണം മറ്റേ മഴവെള്ളപ്പാച്ചിലും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
ഒരു പേടി. എനിക്കിപ്പോൾ ഭയങ്കര പേടി എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ എവിടെയെങ്കിലും മഴവെള്ളം ഇടിയോ അല്ലെങ്കിൽ മണ്ണിടിയോ എന്നൊക്കെ ഒരു സംഭവം. എന്നിട്ട് ഇപ്പം നമ്മൾ പോകണത് എങ്ങടാ ഇല്ല, ഇപ്പം നമ്മളിപ്പോൾ നേരെ ആനത്താവളത്തേക്കോ ആനക്കുളത്തേക്കാണ് പോണ വഴിയാണെങ്കിൽ അടിപൊളി മഴയും ഇടിവെട്ടും മിന്നലും ആയിരുന്നു കേട്ടോ. അതായത് തോരാ മഴ എന്ന് പറയില്ലേ, അത്ര നല്ല വെള്ളക്കെട്ടുള്ള മഴയായിരുന്നു. അതായത് മിന്നലും ജീപ്പായതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്ന് മിന്നിയായിരുന്നു. ബാക്കിൽ അമ്മക്ക് എനിക്ക് തോന്നുന്നത് നാമം ജപിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ നമ്മളെല്ലാവരായിട്ട് പോവല്ലേ, ആപത്തൊന്നും സംഭവിക്കല്ലേ എന്ന്. പിന്നെ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് കൊക്കയാണ്, അങ്ങനത്തെ ഇതിൽ കൂടെ അല്ലേ നമ്മൾ കയറി പോകുന്നത്, അല്ലാണ്ട് ഇങ്ങനെ തുറസായ സ്ഥലമല്ലല്ലോ. നമ്മൾ ആനക്കുളത്തേക്ക് പോയിട്ട് ബജ്ജി കഴിച്ചെന്നല്ലാണ്ട് ചായയും കുടിച്ചെന്നല്ലാണ്ട് ആനേനൊന്നും കണ്ടില്ല കേട്ടോ. അവിടെ 10-25 ആനയൊക്കെ വരും ഇത്ര. അതായത് ഒരു പുഴയരപ്പുറം ആനകളൊക്കെ ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വരും. അതുകൊണ്ട് തൊട്ടിപ്പുറത്ത് നമ്മളിങ്ങനെ നോക്കാം, ആ ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ആരും വന്നില്ല, ജോജിയും വന്നില്ല. 1 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ബജ്ജിയും ചായയും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഇതായിരുന്നു അവസ്ഥ, കോട ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഇത് ഏട്ടൻ ഫോണിൽ ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതായത് ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഓക്കെ അല്ലേ നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ടാലോ? അപ്പോൾ എന്നെ ഇവർ കളിയാക്കിയായിരുന്നു, കീർത്തു ഇവർക്ക് എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്ക് അതൊക്കെ ശീലം. അപ്പോൾ ആ ചേട്ടൻ പറയാം, നമ്മുടെ മറ്റേ റിഫ്ലക്ടറിൻ്റെ ഇത് വെച്ചിട്ടാണ് അവരിങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇവർക്ക് അറിയാമല്ലോ ഇങ്ങോട്ട് വളവ് അങ്ങോട്ട് 20-ൻ്റെ ഒരു ഇതിൽ അങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന്. തിരിച്ച് നമ്മളിതേ മിസ്റ്റി വിങ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ എത്തി ഇനി ഇതാ നല്ലൊരു കുളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് മുന്നായിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയറും കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് എടുക്കാമെന്നാണ് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ കണ്ണച്ചൻ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിരുന്നു. ഇന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ താഴത്തെ അപ്പാർട്ട്മെൻറ്റ് പോലുള്ള സ്ഥലത്ത് വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. നമ്മുടെ ടേബിളും സംഭവങ്ങളും സോഫ TV എല്ലാ റൂമിലും TVയും വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പിള്ളേർക്ക് ഇതിനിടയിലായിട്ട് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിഖിൽ ചേട്ടനും മല്ലക്കുട്ടനും ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റൂമിലായിട്ട് ചെറിയൊരു മടി ഉണ്ടോ എന്നൊരു സംശയം, പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്കില്ല വെറുതെ അടിച്ചു പൊളിക്കേണ്ട. അപ്പോൾ അതേ സ്പീക്കറൊക്കെ റെഡി ആയിട്ട് ഞങ്ങളുടെ പയ്യൻ എത്തിയിട്ടുണ്ട്. പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി, കൈസ് ആദർശ് എന്നാണ് തോന്നുന്നുണ്ട്. അവൻ എത്തിയിട്ടുണ്ട്. ഓപ്പൺ സ്പേസിൽ തന്നെയാണ് കേട്ടോ. അതായത് ഇവർ തൊട്ടടുത്ത് തന്നെയാണ്, വേറെത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചാൽ മാത്രം മതി. അച്ഛനാണെങ്കിൽ ആ സമയത്ത് പോയിട്ട് 3/4 ഒക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക നല്ല വൈബ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഡാൻസ് കളിച്ചാലോ. ചേട്ടനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ, വേറെ ഒന്നല്ല, ചേട്ടനെ വേറൊരു സുഖമില്ലാണ്ട് ഗ്യാസ് കയറിയിട്ട് ആൾക്ക് എടുക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫുഡ് പോലും വരെ കഴിച്ചില്ല. കാരണം ഇന്നത്തെ ഫുഡിന് എന്തോ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു. അതായത് വയറിളക്കം ഒന്നുമില്ല, പക്ഷേ എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു പിള്ളേരൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു അട്ട കയറി കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിഖിൽ ചേട്ടൻ. പക്ഷേ ഇവിടെ അട്ടകളൊന്നും ഇല്ലെന്നാ പറഞ്ഞു, പക്ഷേ ഒരു അട്ട നിഖിൽ ചേട്ടൻ കടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ തീയിലേക്ക് ഇങ്ങോട്ട് എടുത്തിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കുറച്ച് നേരം ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ റൂമിലെത്തിയിട്ട് ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി ഒരു ഡേ തന്നെയായിരുന്നു ഇത്. ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല, പിറ്റേ ദിവസം ഞങ്ങൾ വേറെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മുടെ റൂമിൻ്റെ ഒക്കെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബാൽക്കണിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് മറ്റേ തേയിലത്തോട്ടങ്ങളും പ്ലസ് ഇങ്ങനെ മലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് മേലെഴിപ്പിക്കണം ആദ്യം തന്നെ, ഒന്ന് ഫ്രീ ആയിട്ട് സ്വസ്ഥതയായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. താഴത്താണെങ്കിൽ അമ്മയും സിജമ്മയും ഒക്കെ കിടക്കാനുള്ള പരിപാടിയിലാണ്. അതിനുസാണെങ്കിൽ അമ്മാമ്മനെ വിടുന്നില്ല, അമ്മമ്മേ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ബെഡ് ഞങ്ങൾ ചോദിച്ചതാണ്, കാരണം 4 പേർക്ക് കിടക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സ്ട്രാ ബെഡ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കിടക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ അമ്മയുടെയും സിജമ്മയുടെ ഒക്കെ റൂമാട്ടോ, കണ്ണച്ചൻ്റെ റൂമാണ്. താഴത്ത് ഇങ്ങനത്തെ 3 മുറികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർ ഓൾറെഡി വന്നിട്ട് സെറ്റാണ്, ഇവിടുന്ന് പോരുന്നുണ്ടായിരുന്നില്ല അമ്മാമ്മയുടെ അടുത്ത് നിന്ന്. അപ്പം അങ്ങനെ ഒരു അടിപൊളി ഡേ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മൂന്നാർക്ക് വരാണെങ്കിൽ ഈ റിസോർട്ടും മറക്കണ്ട, അതേപോലെ തന്നെ ജീപ്പ് സഫാരിയും മറക്കേണ്ട. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. റിസോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ, നാളത്തെ നമ്മുടെ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് സമയത്തിന് എണീറ്റ് കറക്റ്റ് സമയത്തിന് റിസോർട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരിപാടികളൊക്കെ പ്ലാനൊക്കെ വർക്ക് കേട്ടോ. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ, സീ യു.